ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്ത പ്രചരിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഈ വാർത്ത കൂടുതലായും പ്രചരിച്ചിട്ടുള്ളത് ഇസ്രായേലി പൗരന്മാർക്കിടയിൽ തന്നെയാണ് എന്ന് വ്യക്തമാകുന്നു. ഇവിടെ കാണുന്ന ഐസക് ഹമൂമി എന്ന് പറയുന്ന വ്യക്തി, ഇദ്ദേഹം ഒരു ഇസ്രായേൽ പൗരനാണ്. അദ്ദേഹം ഇസ്രായേലിന്റെ മുൻ സൈനികന് കൂടെയാണ്. അദ്ദേഹം ഇന്ന് 11 മണിക്കൂർ മുമ്പ് ആണ് ഇങ്ങനെ എക്സിൽ പോസ്റ്റ് ചെയ്യുന്നത്. Rumors circulating among Israelis claim that the Israeli Prime Minister Benjamin Netanyahu has died after an Iranian missile struck his home. നെതന്യാഹുവിന്റെ വീടിന് നേരെ ഇറാന്റെ മിസൈൽ ആക്രമണം ഉണ്ടായി. അതോടനുബന്ധിച്ച് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വധിക്കപ്പെട്ടു എന്ന വാർത്തകൾ ഇസ്രായേലികൾക്കിടയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഒഫീഷ്യൽ സോഴ്സ് ഹാവ് നോട്ട് യെറ്റ് കൺഫേംഡ് ദാറ്റ്. പക്ഷെ ഔദ്യോഗികമായി ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. ഇനി അദ്ദേഹം പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ബട്ട് എവ്രി വൺ ഇസ് ഇൻ ഇസ്രായേൽ, ഇസ്രായേലുള്ള ഏതൊരു പൗരനും ഹോപ്സ് ദാറ്റ് ദി ന്യൂസ് ഇസ് ട്രൂ. ഈ വാർത്ത സത്യമായിരുന്നെങ്കിൽ എന്ന് ഇസ്രായേലിലെ ഓരോ പൗരനും ആഗ്രഹിക്കുന്നു എന്നാണ്. എന്തുകൊണ്ടാണ് ഇസ്രായേലിലെ ജനങ്ങളും ഇദ്ദേഹത്തെ വെറുക്കുന്നത് എന്നറിയില്ല. ലോകത്ത് വലിയ രൂപത്തിലുള്ള ഭിന്നിപ്പുകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കുന്നതിന്റെ പിന്നിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നു. എന്നാൽ ഇസ്രായേലിലെ ജനങ്ങൾക്കും അദ്ദേഹം ഒരു ശാപമായിരിക്കുന്നു, അല്ലെങ്കിൽ ഭാരമായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഇസ്രായേലി പൗരനും മുൻ സൈനികനുമായ ഐസക് ഹമൂമി എഴുതുന്നത്. എന്നാൽ ഇതിനു ശേഷം ഇദ്ദേഹം 7 മണിക്കൂർ മുമ്പ് കൊടുത്തൊരു വാർത്ത കാണാൻ സാധിക്കും. A source close to the Israeli Prime Minister confirmed that Netanyahu is unharmed and was not injured by the Iranian missile. ഇറാന്റെ മിസൈൽ ആക്രമണത്തിലൂടെ അദ്ദേഹത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല. However, എന്നിരുന്നാലും he is still undergoing test with his doctor. അദ്ദേഹത്തിന്റെ മുമ്പൊരിക്കൽ പ്രോസ്റ്റേറ്റിന് ഒരു ക്യാൻസർ ബാധിച്ചിരുന്നു. ആ സർജറി കഴിഞ്ഞതാണ്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും അദ്ദേഹം ഒരു ഡോക്ടറുടെ ചികിത്സയിലാണ് എന്നാണ് പറയുന്നത്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് ബെഞ്ചമിൻ നെതന്യാഹു അദ്ദേഹത്തിന്റെ ഔദ്യോഗികമായ അക്കൗണ്ടിൽ നിന്ന് പോസ്റ്റ് ചെയ്ത ഒരു പിക്ചറുകളാണ്. ഈ ഫോട്ടോയിൽ അദ്ദേഹം ഇത് ഒരാഴ്ച മുമ്പുള്ളതാണ്. വളരെ ആരോഗ്യവാനായി സൈനികർക്കിടയിൽ കാര്യങ്ങളെല്ലാം യുദ്ധത്തിനിടയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ചിത്രങ്ങളാണ്. അദ്ദേഹത്തെ കണ്ടാൽ നല്ല ആരോഗ്യമുള്ള ഒരു സാഹചര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഈ അദ്ദേഹത്തിന്റെ വീടിന് നേരെ മിസൈൽ ആക്രമണം ഉണ്ടായതിനു ശേഷം അദ്ദേഹം പെട്ടെന്ന് ഡോക്ടറുടെ ചികിത്സയിലേക്ക് മാറുന്നു എന്ന് പറയുമ്പോൾ മാത്രമല്ല, ക്യാൻസർ 1, 2, 3 സ്റ്റേജുകളൊക്കെ ഉണ്ട്, 4ാമത്തെ സ്റ്റേജിലേക്ക് എത്തിയെന്നാണ് ഇപ്പോൾ ഇത് കണ്ടാൽ നമുക്ക് തോന്നുക. അദ്ദേഹം തന്നെ ഇന്ന് പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഫോട്ടോ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. നെതന്യാഹുവിനെ ഈ രൂപത്തിലാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ക്യാൻസർ ബാധിച്ചൊരു വ്യക്തി ഇങ്ങനെയൊക്കെ കിടക്കുന്നത് എത്ര സ്റ്റേജിൽ എത്തിയതിന് ശേഷമാണ് എന്ന് നമുക്കറിയാൻ സാധിക്കും. മാത്രവുമല്ല, ഏകദേശം ഒരാഴ്ച മുമ്പാണ് ആരോഗ്യവാനായി സൈനികർക്കിടയിൽ വളരെ സന്തോഷത്തോടുകൂടെ അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ അടുത്തൊന്നും അദ്ദേഹത്തിന്റെ ഒരു ആരോഗ്യ സാഹചര്യങ്ങൾ വഷളായതായി ന്യൂസുകളിലൊന്നും വന്നിട്ടില്ല. അതേസമയം വീടിന് ആക്രമണം സംഭവിച്ചതിന് ശേഷം അദ്ദേഹത്തിന് വലിയ രൂപത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുന്നു, രോഗം മൂർച്ഛിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഔദ്യോഗികമായി നെതന്യാഹുവിന്റെ ഓഫീസ് പ്രതികരിച്ചിരിക്കുന്നതാണ്. റെസ്പോണ്ടിങ് ടു എ ക്വസ്റ്റ്യൻ അബൌട്ട് ദി ക്ലൈംസ്, ഈ ഒരു വിഷയത്തെക്കുറിച്ച് ചോദിച്ച സമയത്ത് ദി ഓഫീസ് സെഡ് ദി റിപ്പോർട്ട്സ് വെയർ കംപ്ലീറ്റ്ലി ഫാൾസ്. ഈ പറയപ്പെടുന്ന റിപ്പോർട്ടുകളൊക്കെ വാസ്തവ വിരുദ്ധമാണ് എന്നാണ് ഇപ്പോൾ നെതന്യാഹുവിന്റെ ഓഫീസ് പറയുന്നത്. സ്വാഭാവികമായും ഇസ്രായേലിലുള്ള ആളുകൾ എന്ന് മാത്രമല്ല, ലോകത്തുള്ള എല്ലാവരും ചോദിക്കുന്നത്, എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഒന്നും സംഭവിച്ചില്ല എങ്കിൽ ആ ഇസ്രായേലിലുള്ള ആളുകൾക്കിടയിൽ ഇങ്ങനെ ഒരു കാര്യം പ്രചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും ഞാൻ ആരോഗ്യവാനാണ്, ഇറാന് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് നിങ്ങൾക്കറിയില്ലേ എന്ന് പറഞ്ഞുകൊണ്ടെങ്കിലും ഈ ഇസ്രായേലിലുള്ള ജനങ്ങൾക്ക് മുന്നിലെങ്കിലും അദ്ദേഹം പ്രത്യക്ഷപ്പെടേണ്ടതായിരുന്നു എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ ഇപ്പോൾ ഇറാൻ വളരെ കൃത്യമായൊരു കാര്യം പറഞ്ഞിരിക്കുന്നു. ഇഫ് ദി ചൈൽഡ് കില്ലിംഗ് ക്രിമിനൽ ഈസ് അലൈവ്, ഈ കുട്ടികളെ കൊന്നുകൊണ്ടിരിക്കുന്ന ക്രിമിനൽ ഇന്നും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഞങ്ങൾ പിന്തുടർന്ന് വധിക്കുമെന്നാണ് ഇറാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തായിരുന്നാലും ഈ വാർത്തകളെ കുറിച്ച് ഇപ്പോഴും ദുരൂഹത മാറുന്നില്ല. അദ്ദേഹത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല, ആരോഗ്യവാനാണ്, അദ്ദേഹം ക്യാൻസറുമായി ബന്ധപ്പെട്ട ചികിത്സയൊക്കെയാണ് എന്ന് പറയുമ്പോൾ തന്നെയും
വലിയ രൂപത്തിലുള്ള ദുരൂഹത നിലനിൽക്കുന്നു. ഈ വാർത്ത ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിലും നെതന്യാഹു പുറത്തു വരുന്നില്ല. യഥാർത്ഥത്തിൽ ഇതിന് കൂടുതൽ വിശദീകരണം നൽകുമ്പോൾ കൂടുതൽ ദുരൂഹത വർദ്ധിക്കുകയും വഷളാവുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേ സമയത്ത് നെതന്യാഹു തന്നെ മുന്നിൽ വന്ന് ഇസ്രായേലിലെ ജനങ്ങളോട് അഭിസംബോധന ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ദുരൂഹത മാറിക്കിട്ടുമെന്നത് വസ്തുതയാണ്. പക്ഷെ അങ്ങനെ ഒന്ന് എത്ര വലിയ പ്രചരണങ്ങൾ നടന്നിട്ടും ഉണ്ടാകുന്നില്ല എന്നതാണ് ദുരൂഹത കൂടുതൽ ഗൗരവമാക്കുന്നത്.